അതിശക്തമായിട്ടുള്ള ഉഷ്ണതരംഗമാണ് ഇന്ത്യയിൽ ഇത്തവണ ഉണ്ടായത്. എന്നാൽ അതിനേക്കാൾ ഉപരി രാജ്യത്ത് അതിതീവ്രമായിട്ടുള്ള മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, വലിയ നാശനഷ്ടം കണക്കാക്കപ്പെടുന്ന കൊടുങ്കാറ്റ് പലയിടത്തും ബാധിക്കുമെന്നുള്ളതും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ മൺസൂൺ സീസണിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റായിട്ടുള്ള റമാൽ ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങൾക്കിടയിൽ തീരം തൊടാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തീരദേശ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയുമുണ്ട്. പശ്ചിമ ബംഗാളിലും വടക്കൻ ഒഡീഷയിലും അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കും. റമാൽ മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗതയിൽ വടക്കോട്ട് നീങ്ങി പശ്ചിമ ബംഗാളിലെ സാഗർ ദ്വീപുകളുടെ തെക്ക് കിഴക്കും കാലിംഗിൻ്റെ തെക്ക് കിഴക്കും വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് പറയുന്നത്. കേരള തീരത്തും ശക്തമായിട്ടുള്ള കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുവാൻ അനുവാദം നൽകിയിട്ടില്ല. കേരള തീരത്തിനരികെ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ അടുത്ത 5 ദിവസം ശക്തമായിട്ടുള്ള മഴ തുടരുകയും ചെയ്യും. സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്നതിനാൽ 7 ജില്ലകളിൽ ഇപ്പോഴും മുന്നറിയിപ്പ് നൽകുകയുമാണ്. തെക്കൻ തമിഴ്നാട് തീരത്ത് കുളച്ചൽ മുതൽ കിലക്കര വരെ ഇന്നും നാളെയും മറ്റന്നാളുമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ഇതിൻ്റെ വേഗത അതിവ്യാപകമായി സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. വടക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതും വലിയ തരത്തിലുള്ള രീതിയിൽ മാറുവാൻ സാധ്യതയുണ്ടെന്നുമാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 110-120 കിലോമീറ്റർ വേഗതയിൽ തുടങ്ങി മണിക്കൂറിൽ 135 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റ് അടുത്ത ദിവസങ്ങളിൽ റൊമാൽ പശ്ചിമ ബംഗാൾ തീരം തൊടുന്ന സമയത്ത് 1.5 മീറ്റർ വരെ ഉയരമുള്ളൊരു കൊടുങ്കാറ്റ് പശ്ചിമ ബംഗാളിലെ തീരപ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചുഴലിക്കാറ്റ് കണക്കിലെടുത്ത് ചില പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ വരുന്ന 2 ദിവസങ്ങളിൽ പശ്ചിമ ബംഗാളിലെ തീരദേശ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ കൊൽക്കത്ത, ഹൗറ, നാദിയ, പുർബ, മേദിനിപൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 80 മുതൽ 90 കിലോമീറ്റർ വരെ വേഗത്തിലാകുമെന്നാണ് പറയപ്പെടുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേന 12 ടീമുകളെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ 5 അധിക ടീമുകളെ പശ്ചിമ ബംഗാളിൽ ചുഴലിക്കാറ്റ് കരയിലേക്ക് നയിക്കുന്നതിന് മുന്നോടിയായി സജ്ജമാക്കിയിട്ടുമുണ്ട്. ഇന്ത്യൻ കരസേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും രക്ഷാ ദുരിതാശ്വാസ സംഘങ്ങളും സജ്ജരാണ്. തെക്കുവടക്ക് പ്രാദേശികമായ വെള്ളപ്പൊക്കവും ദുർബലമായിട്ടുള്ള ഘടനകൾ, വൈദ്യുതി, ആശയവിനിമയ ലൈനുകൾ, നടപ്പാതയില്ലാത്ത റോഡുകൾ, വിളകൾ, തോട്ടങ്ങൾ എന്നിവയ്ക്ക് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് IMD മുന്നറിയിപ്പ് നൽകുകയുമാണ്. ആളുകളോട് വീടിനുള്ളിൽ തന്നെ തുടരുവാനും പുറത്തേക്ക് പോകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് വടക്കൻ ഒഡീഷയിലെ തീരദേശ ജില്ലകളായിട്ടുള്ള ബാലസോർ, ഭദ്രക്, കേന്ദ്രപാറ എന്നിവിടങ്ങളിൽ അടുത്ത 2-3 ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുവാൻ സാധ്യതയുണ്ട്. അസമിലും മേഘാലയയിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്കും മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ത്രിപുര എന്നിവിടങ്ങളിൽ ഈ വരുന്ന 3 ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിലെ ഫാൽദിയ, ഫ്രേസർഗഞ്ച്, ഒഡീഷയിലെ പാരദീപ്, ഗോപാൽപൂർ എന്നിവിടങ്ങളിൽ 9 ദുരന്ത നിവാരണ സംഘങ്ങളെ തയ്യാറാക്കിയിരിക്കുന്നു. കടലിൽ ജീവനാശമോ വസ്തുവകകളോ ഇല്ല എന്ന് ഉറപ്പിക്കുവാൻ എല്ലാ മുൻകരുതലുകൾ നടപടികളും സ്വീകരിച്ചതായി പറയുന്നുണ്ട്. ഫാൽദിയയിലെയും അതുപോലെ തന്നെ പാരദ്വീപിലെയും വിദൂര ഓപ്പറേറ്റിംഗ് സ്റ്റേഷനുകൾ VHF പ്രക്ഷേപണത്തിലൂടെ ചുഴലിക്കാറ്റിനെക്കുറിച്ച് മത്സ്യബന്ധന കപ്പലുകൾക്കും വ്യാപാര കപ്പലുകൾക്കും മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അതേസമയം റമാൽ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ ആഴ്ച മുതൽ 23 മണിക്കൂർ വിമാന സർവീസുകൾ നിർത്തിവെക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡയമണ്ട് ഹാർബറിലെ ഫെറി സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നു. ചുഴലിക്കാറ്റിനെ തുടർന്ന് നഗരത്തിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്തെ എല്ലാ ചരക്ക് കണ്ടെയ്നർ കൈകാര്യം ചെയ്യൽ അത്തരം പ്രവർത്തനങ്ങളും ഇന്നു മുതൽ നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തെ പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് അവരും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്.